നമസ്കാരം. കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ നീതിക്ക് വേണ്ടിയുള്ള ആ കുടുംബത്തിന്റെ പോരാട്ടത്തിനൊടുവിൽ യു.ഡി.എഫ് സർക്കാരിന്റെ പിന്തുണ കിട്ടിയിരിക്കുകയാണ്. താൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ്, കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ കൂടെയുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നേരിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അവരുടെ കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചു. കേരള സമൂഹവും നവീൻ ബാബുവിന്റെ കുടുംബവും ഏറെ നാളായി കാത്തിരിക്കുന്ന നിഷ്പക്ഷവും നീതിയുക്തവുമായ CBI അന്വേഷണത്തിനുള്ള സകല നടപടികളും യു.ഡി.എഫ് സർക്കാർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിനും ഭാര്യ മഞ്ജുഷയ്ക്കും ഉറപ്പ് നൽകി കഴിഞ്ഞു. മാത്രമല്ല, ആ കുടുംബത്തിലെ ഒരാൾക്ക് അടിയന്തരമായി ആശ്രിത നിയമനം നൽകാമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മുൻപ് ഭരിച്ച CPM സർക്കാർ നവീൻ ബാബുവിനെ കള്ളനാക്കാൻ നോക്കിയപ്പോൾ യു.ഡി.എഫ് സർക്കാർ ആ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മുൻപുണ്ടായിരുന്ന പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലാതെ പോയത് എന്നാണ്. അതിന്റെ ഉത്തരം കേട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ മുഖം സകലർക്കും ബോധ്യപ്പെടും. ഈ ഒരു കേസ് അന്വേഷിച്ച വിരമിച്ച കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാറിനെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ നിന്നും CPM ചിഹ്നത്തിലാണ് ഈ മുൻ പോലീസുകാരൻ മത്സരിച്ചത്. LDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഇയാൾ. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ കേസിൽ നിന്നും രക്ഷിക്കാനും കുറ്റപത്രം പാർട്ടിക്ക് അനുകൂലമായി സമർപ്പിക്കാനും അട്ടിമറിക്കാനും കൂട്ടുനിന്ന ഈ ഉദ്യോഗസ്ഥന് CPM നൽകിയ കൃത്യമായ രാഷ്ട്രീയ പ്രതിഫലമായിരുന്നു അത്. അന്വേഷണത്തിലൂടെ പാർട്ടി ഉദ്ദേശിച്ച ലക്ഷ്യം ദിവ്യയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തതുകൊണ്ടാണ് വിരമിച്ച ഉടൻ തന്നെ ഈ ഉദ്യോഗസ്ഥൻ CPM സീറ്റ് വെച്ചു നീട്ടിയതെന്നാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായ തെളിവുകളോടെ ആരോപിച്ചിരുന്നത്. പ്രതിയെ സംരക്ഷിക്കാൻ പോലീസിനെ പാർട്ടി അടിമയാക്കി ജീവിക്കുന്നതിന്റെ തെളിവാണിത്. നമുക്കറിയാം, 2024 സെപ്റ്റംബർ 15-നാണ് A.D.M നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തലേ ദിവസം കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന യാത്രാ അയപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ അപ്രതീക്ഷിതമായി കടന്നുവന്ന CPM നേതാവ് PP ദിവ്യ മാധ്യമങ്ങളെ കൂട്ടിവിളിച്ച് നവീൻ ബാബുവിനെതിരെ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിക്കുകയായിരുന്നു. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ നവീൻ ബാബു പണം വാങ്ങിയെന്ന് ദിവ്യ അധിക്ഷേപിച്ചതിൽ മനനൊന്നാണ് അദ്ദേഹം ജീവനൊടുക്കിയത്. എന്നാൽ ഈ കേസിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കാണിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയെ സമീപിച്ചതോടെ കോടതി നിർദ്ദേശപ്രകാരം 4 പ്രധാന കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള തുടരന്വേഷണത്തിന് റിപ്പോർട്ട് നൽകി. ഇപ്പോൾ തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഗൂഢാലോചന, യാത്രയയപ്പ്, യോഗത്തിലെ വിവാദങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ശാസ്ത്രീയ തെളിവുകൾ എന്നിവയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. കേസിൽ പുതുതായി 13 സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ CCTV ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കഴിഞ്ഞു. CPM പോലീസിനെ ഉപയോഗിച്ച് PP ദിവ്യയെ രക്ഷിക്കാൻ നോക്കിയ പല കോൾ റെക്കോർഡുകളും BSNL-നോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെട്ട സമയത്തെ മുഴുവൻ കോൾ രേഖകളും അതീവ രഹസ്യമായതുകൊണ്ട് തന്നെ നൽകാൻ കഴിയില്ലെന്ന് BSNL അറിയിച്ചിട്ടുണ്ടെങ്കിലും CBI ഈ കേസ് ഏറ്റെടുക്കുന്നതോടെ ഈ ഒരു കോൾ ഡീറ്റെയിൽസ് എല്ലാം പുറത്തുവരും. പാർട്ടിയുടെയും പോലീസിന്റെയും വലിയ സ്വാധീനം കൊണ്ട് PP ദിവ്യ കേസിൽ നിന്ന് പലതവണ ഊരിപ്പോകാൻ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഈ കേസിൽ പുനരന്വേഷണത്തിനും CBI അന്വേഷണത്തിനും ഉത്തരവിടുന്നതോടെ കളി പൂർണ്ണമായി മാറും. ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ ജീവനെടുത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തിയ PP ദിവ്യക്കെതിരെയും അതിന് കൂട്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെയും നിർണായകമായ തെളിവുകൾ CBI പുറത്തു കൊണ്ടുവരും. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ UDF സർക്കാർ ഒപ്പം നിൽക്കുമെന്ന വാക്ക് നൽകി കഴിഞ്ഞു. താൻ വാക്കു പറഞ്ഞാൽ വാക്കാണെന്ന് പ്രഖ്യാപിച്ച് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയ ആ ഉറപ്പിലാണ് ആ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ. നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ച് PP ദിവ്യയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകാൻ നോക്കിയ പോലീസ് ഓഫീസർ രത്നകുമാറിനെ വിരമിച്ച ഉടൻ CPM തെരഞ്ഞെടുപ്പ് സീറ്റ് നൽകി പ്രതിഫലം കൊടുത്തത് നമ്മൾ കണ്ടു. എന്നാൽ ആ അട്ടിമറികളെല്ലാം തകർത്ത് കേസ് CBIക്ക് വിടാൻ UDF സർക്കാർ തയ്യാറെടുക്കുകയാണ്. തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച പുതിയ റിപ്പോർട്ടുകളും 13 പുതിയ സാക്ഷികളും BSNL കോൾ റെക്കോർഡുകളും പുറത്തു വരുന്നതോടെ PP ദിവ്യ ഇനി ഒരിക്കലും ജയിലിന് പുറത്തിറങ്ങില്ല.